ഇന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ചക്കക്കുരും മുരിങ്ങയും വെച്ചിട്ട് ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ ചക്കക്കുരു കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നുറുക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 2-3 വിസിൽ വേവിച്ചിട്ടെടുക്കുക. ഇനി നമ്മൾ അതിലേക്കുള്ള അരപ്പിനുള്ളതാണ് തയ്യാറാക്കുന്നത്. തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് എരിവിനുള്ള പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചിട്ടെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങ ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് നമുക്ക് വാടി കിട്ടണേ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം കേട്ടോ, ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ദാ മുരിങ്ങ നമുക്ക് അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണേൽ നമ്മളിത് വാട്ടിയെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്കക്കുരു നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദാ ചക്കക്കുരു നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ ഞാൻ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വഴറ്റിയെടുത്ത മുരിങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ചക്കക്കുരുവിന് മിക്സ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുക്കറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിലുള്ളതും കൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് ഈ മുരിങ്ങ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ ദാ ഈ ചക്കക്കുരും മുരിങ്ങയും കൂടെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങയുടെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിള വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തേങ്ങ അരപ്പ് പരന്നുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറുള്ളി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളിതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഈ ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ടൈമിൽ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളാരും ഇത് ട്രൈ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.